കറക്റ്റ് ഞങ്ങൾ തിരുപ്പതിക്ക് പോകാൻ തീരുമാനിച്ചത് ഡേറ്റും ഇലക്ഷൻ വന്ന ഡേറ്റും ഒന്നായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് 10 ദിവസം നീട്ടി വെച്ചു. അവിടെ ബുക്ക് ചെയ്ത ഡേറ്റ് നീട്ടി വെച്ച് ഞങ്ങൾ പോയി തല മുടി എടുക്കുകയാണ് ചെയ്തത്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിഷമം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു ഞാൻ മുടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും നീ ചെയ്യില്ല അങ്ങനെ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. അത്രയധികം മുടിയായിരുന്നു എനിക്കും ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ മുടി. ആ മുടി ഞങ്ങൾ തിരുപ്പതിയിൽ ഭഗവാന് കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും വിശ്വസിച്ച് തന്നെ ഞാനിത് കൊടുത്തു എന്നുള്ളത്. സ്ത്രീ എന്ന നിലയിൽ ആ കുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സുരേഷ് ഗോപി എന്നുള്ളൊരു BJP പാർട്ടിക്കാരൻ നോക്കണ്ട, നിങ്ങളൊരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓരോ ഞാനടങ്ങുന്ന അമ്മമാരായാലും പെങ്ങന്മാരായാലും ചെറു കുട്ടികൾ വരെ സുരേഷ് ഗോപിനെ കാണുന്നത് അവരുടെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ അങ്ങനെയൊക്കെ ഉള്ളൊരു നിലയിലാണ്. ബ്രദർ, ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് അദ്ദേഹത്തെ. നമുക്ക് ഒരാളുടെ നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി നിരവധി ആരാധകർ പലതരത്തിലുള്ള വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ശയനപ്രദക്ഷിണ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. ഇതിപ്പോ വളരെ വ്യത്യസ്തമായിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടി തിരുപ്പതിയിൽ പോയി തന്റെ മുടി വടിച്ചു കളഞ്ഞ മുണ്ടനം ചെയ്ത ഒരു ചേച്ചിയെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? എൻ്റെ പേര് ഷീന പ്രകാശൻ. ചേച്ചി സ്ഥലം എവിടെയാണ്? സ്ഥലം ചേറൂര് കുറ്റിമുക്ക്. തൃശ്ശൂർ തന്നെയാണ്? തൃശ്ശൂർ കുറ്റിമുക്ക് ഏരിയ. എന്താണ് ചേച്ചി ഇങ്ങനെ ഒരു തല മുണ്ടനം ചെയ്യാനുണ്ടായ കാരണം എന്താണ്? സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി ഇത് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയപരമായിട്ട് വേറെ ബന്ധങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ സംഘപ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് നമുക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനം കിട്ടുന്നതും ഇതിനായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതും. അപ്പം മുൻപത്തെ 2 ഇലക്ഷനുകൾ ഞാൻ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തോറ്റു. അതിനിടയ്ക്ക് ഞാനും ഇലക്ഷനിൽ നിന്ന് ഞാനും തോറ്റു. അപ്പം എനിക്ക് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ വർക്കിൽ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിരുന്നു ബൂത്തുകളിൽ നിന്ന്. എന്താ വെച്ചാൽ എനിക്ക് പ്രവർത്തകരും എൻ്റെ ഒപ്പം നല്ല രീതിയിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വർക്കും നമുക്ക് നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഞാൻ വർക്ക് എല്ലാം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഞങ്ങൾ തിരുപ്പതിക്ക് പോകാൻ തീരുമാനിച്ചത് ഡേറ്റും ഇലക്ഷൻ വന്ന ഡേറ്റും ഒന്നായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് 10 ദിവസം നീട്ടി വെച്ചു. അവിടെ ബുക്ക് ചെയ്ത ഡേറ്റ് നീട്ടി വെച്ച് ഞങ്ങൾ പോയി തല മുടി എടുക്കുകയാണ് ചെയ്തത്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിഷമം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു ഞാൻ മുടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും നീ ചെയ്യില്ല അങ്ങനെ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. അത്രയധികം മുടിയായിരുന്നു എനിക്കും ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ മുടി. ആ മുടി ഞങ്ങൾ തിരുപ്പതിയിൽ ഭഗവാന് കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും വിശ്വസിച്ച് തന്നെ ഞാനിത് കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടി ഇങ്ങനെ മുറിച്ച് മാറ്റി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നു മനസ്സിൽ? തീർച്ചയായിട്ടും. പിന്നെ നമുക്കൊരു ഇത്രയും വലിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ. എനിക്ക് എൻ്റെ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് തൃശ്ശൂർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു കള്ളനോ കാപട്യോ ഉള്ള ആളല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു വ്യക്തിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായില്ലേ. ഫസ്റ്റ് നമുക്ക് മുടി പോയപ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ വന്നു. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ സാധാരണ പല ആളുകളും ചെയ്തിരിക്കും. ഇപ്പോൾ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ. സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പലരും വഴിപാട് നടത്തുന്നത്. ഇതിപ്പോൾ ചേച്ചി ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ സമയത്താണ് വിജയിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വോട്ടെണ്ണുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്താ? അത് എൻ്റെ ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മ പറഞ്ഞു തന്നാണ്. അത് ഞങ്ങളെ പരിചയപ്പെട്ട ഒരു അമ്മയാണ്. ആ അമ്മ പറഞ്ഞത് നമ്മൾ ഭഗവാന് വഴിപാട് നേരുമ്പോൾ എനിക്ക് ഇന്നത് നടന്നാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രശസ്തി ഇല്ല. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പോലെയാണ്. നമ്മളത് ചെയ്തിട്ട് നമുക്ക് ആ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിപാടിനൊരു ഗുണം ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എന്താണ് ബൂത്ത് ചേച്ചിക്ക് ഇപ്പം നിലവിൽ പാർട്ടിയുടെ വല്ല ചുമതലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ കുറ്റിമുക്ക് ഏരിയ പ്രസിഡന്റാണ്. അതായത് 16 ബൂത്തുകൾ അടങ്ങുന്നതാണ് കുറ്റിമുക്ക് ഏരിയ. അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. നിലവിൽ അവിടുത്തെ ചേച്ചിയുടെ ബൂത്തിലെ അവസ്ഥ എന്താണ്? ഇപ്പൊ ചേച്ചി കഴിഞ്ഞ വട്ടം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, ചേച്ചിയുടെ ബൂത്തിലായിരുന്നില്ലേ? ഇപ്പൊ ആ സമയത്ത് ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ എന്താണ്? വോട്ടിംഗ് ശതമാനത്തിലേക്കുള്ള വ്യത്യാസം എന്താണ്? വളരെ നല്ല വ്യത്യാസമുണ്ട്. അന്നൊക്കെ നമുക്ക് ഒരു 4 ബൂത്ത് ഒക്കെയാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളൂ.
ഈ 16 ബൂത്തിൽ ഇത്തവണ സുരേഷ് ഗോപി നിന്നിട്ടുണ്ടായത് 15 ബൂത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ് എത്തിയേക്കണത്. കുറ്റിമുക്ക് ഏരിയയിൽ 15 ബൂത്തും 1ാം സ്ഥാനത്താണ്. അതിലൊരു ബൂത്ത് മാത്രം 4 വോട്ടിന് കുറവുണ്ട്. എന്നാലും നമ്മള് 1ാം സ്ഥാനം തന്നെ. നമ്മളുടെ ഒരു ഇതില് നമുക്ക് അത് 1ാം സ്ഥാനമാണ്. എന്റെ ബൂത്തിൽ നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞ തവണ ഒരു ചെറിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ വളരെ ചേച്ചി എന്ന സമയത്ത് എത്ര വോട്ടാണ് കിട്ടിയത്? എനിക്ക് കിട്ടിയ വോട്ട് അത് ഡിവിഷൻ ബേസിലാണ് നമുക്ക് വോട്ട് കിട്ടിയത്. അത് 6000 വോട്ടർമാരുണ്ടായിരുന്നു. അതിലൊരു 4000 വോട്ട് നടന്നിട്ടുള്ളൂ. അതിൽ എനിക്ക് കിട്ടിയത് 700 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഇപ്പോ ഈ ചേച്ചിയുടെ ഡിവിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എത്ര വോട്ട് BJP കിട്ടിയിട്ടുണ്ട്? അത് വളരെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഒരു 6000-ൽ 4000 കിട്ടിയിട്ടുണ്ട്. അത്ര മാറ്റം ഉണ്ടല്ലോ ഡിവിഷൻ വെച്ച് നോക്കി. ഇപ്പൊ നമ്മൾ ബൂത്തുകളല്ലേ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ചെറിയ തോതില്ല, ഡിവിഷൻ ബേസിലല്ലോ നമ്മൾ നോക്കുക. ഇത് ഡിവിഷനിൽ അത്യാവശ്യം വോട്ട് കയറി നല്ല രീതിയിൽ കയറി 1ാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് വരികയാണ്. എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രതീക്ഷയുണ്ട്. ആൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ടൂറിസം, പിന്നെ പെട്രോളിയം, അങ്ങനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കുമോ വർക്ക് നടക്കുക, അതല്ല ആൾക്ക് നമ്മൾക്ക് എന്തെല്ലാം ചെയ്തു തരും എന്നുള്ളൊരു പ്രതീക്ഷകളുണ്ട്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊണ്ട് ചാടിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു മാധ്യമ പ്രവർത്തക പരസ്യമായിട്ട് കേസ് കൊടുത്തു. ഇപ്പോ എന്നെ ആര് അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ കേസ് കൊടുത്ത പെൺകുട്ടിയോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതിപ്പോ ഒരു പൊതുവായിട്ടുള്ള ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ഒരു വ്യക്തിത്വത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ കുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സുരേഷ് ഗോപി എന്നുള്ളൊരു BJP പാർട്ടിക്കാരൻ നോക്കണ്ട, ഇങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓരോ ഞാനടങ്ങുന്ന അമ്മമാരായാലും പെങ്ങന്മാരായാലും ചെറു കുട്ടികൾ വരെ സുരേഷ് ഗോപിനെ കാണുന്നത് അവരുടെ ഒരു അച്ഛൻ, അല്ലെങ്കിൽ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു നിലയിലാണ്. ബ്രദർ, ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് അദ്ദേഹത്തെ. നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു മനസ്സ് നിറയണ രീതിയിൽ എത്തിപ്പെടാൻ വരെ സാധിക്കുന്നില്ലേ, അത്രയും സന്തോഷമുണ്ട് നമുക്ക്. അപ്പൊ ആ സ്ത്രീ അത് ചെയ്തത്, അതിനെപ്പറ്റി ഞാൻ വേറെ പറയുന്നില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ പിന്നെ ആ സ്ത്രീനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ആൾക്ക് പല പിന്നിൽ നിന്നുള്ള പല പ്രേരണകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കൂടാതെ സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ വന്ന വലിയ ഒരു അപമാനം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കരിവാരിത്തേക്കാൻ ശ്രമിച്ചൊരു കാര്യമാണ് ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം കൊടുത്തൊരു വിഷയം. ഈ ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം കൊടുത്ത സമയത്ത് അത് ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസിന്റെ കൗൺസിലറാണ്, ഒരു സ്ത്രീ കൗൺസിലർ തന്നെ അടുത്തൊരു ആരോപണമായിട്ട് വരുന്നത്. അവർ പറഞ്ഞ പ്രകാരം അത് തൂക്കി നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പിന്നെ ചെമ്പ് ഗോപി എന്നുള്ള പേരിലേക്ക് വിളിച്ചു. എന്താണ് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ എന്താണ് തോന്നിയത്? അത് നമുക്കറിയാം. ഇപ്പൊ അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഇവിടെ ലൂർദ് പള്ളിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ തൃശ്ശൂരുള്ള ഞാൻ തിരുപ്പതിയിൽ പോയി മുട്ടടിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കേരള പഴനിയുണ്ട്, അവിടെ പോയി ചെയ്യാം. അതല്ലെങ്കിൽ പഴനിയുണ്ട്, അത് നമുക്ക് അടുത്ത് തന്നെയാണ്, തമിഴ്നാടാണെങ്കിലും നമുക്ക് അവിടെ പോയി മുടി പഠിക്കാം. ഞാൻ തിരുപ്പതിയിൽ പോയി ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ എനിക്കത് അവിടെ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി കൊടുത്തെങ്കിൽ ആൾക്ക് അദ്ദേഹം അത് അവിടെ കൊടുക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഇവർ ചെമ്പ് ഗോപിന്നോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ പള്ളിയിലത്തെ മാതാവിനും സുരേഷ് ഗോപിക്കും അത് പണിത ആൾക്കും പള്ളിക്കാർക്കും അറിയാം അതെന്താണെന്നുള്ളത്. ചെമ്പാണെങ്കിൽ അവർ വേണ്ടാന്ന് വെച്ചോട്ടെ, കളഞ്ഞോട്ടെ, അത് സുരേഷ് ഗോപി സ്വീകരിച്ചോളൂ. അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞ് അത് കൊടുത്തു. മാതാവ് സ്വീകരിച്ചിട്ടുണ്ട്. താഴ്ത്ത് വീണതാണെങ്കിൽ അത് അന്ന് അവിടുത്തെ ബഹളം കൊണ്ടും എല്ലാമായിരിക്കാം. അപ്പൊ മാതാവ് സ്വീകരിച്ചില്ല എന്നും നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നല്ലോ, അത് തട്ടി താഴെ വീടൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തെങ്കിലും കാരണം. പക്ഷെ അത് ചെക്കിങ് നടത്തി അത് സ്വർണ്ണാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എന്തും പറയാം. സുരേഷ് ഗോപി മുൻ ഇലക്ഷൻ നിന്നിട്ടും ഇപ്രാവശ്യം ജയിച്ചിട്ടും എന്തെല്ലാം കഥകളെല്ലാവരും പറയുന്നുണ്ട്. നമുക്കൊന്നും അതിന്റെ പിന്നാലെ പോണ്ട, നമുക്ക് ഇനി എന്ത് ചെയ്യാം അത് നോക്കിയാൽ മതി. ഇപ്പോ അവസാനമായിട്ട് ചേച്ചി, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നടത്തിയ സൈബർ മേഖലയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ആരോപണം നടത്തി അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടന്നു. ഇലക്ഷന് മുന്നും കഴിഞ്ഞൊരു 6 മാസമായിട്ട് നിരന്തരമായിട്ട്
വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഓർമ്മകൾ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു ചാനലിൽ കൊടുക്കുന്ന സമയത്ത് പെൺകുട്ടികളെ കാണുമ്പോൾ എൻ്റെ മകളെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിനൊക്കെ പുള്ളി വലിയ വർണ്ണിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനെ പോലും വിമർശിക്കുന്ന, അതിനെപ്പോലും പുള്ളിയെ വേറൊരു സ്ത്രീകളോട് പെരുമാറുന്ന രീതി വളരെ മോശമാണെന്ന രീതിയിലൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകൾ. അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായിട്ടും നടത്തിയ വിമർശനങ്ങൾ ഇത് ചെയ്ത ആളുകളോട് വിജയിച്ചതിന് ശേഷം ചേച്ചിക്ക് പറയാനുള്ളത്? അത് അദ്ദേഹം അന്ന് ആ കുട്ടിയെ, ആളുടെ മരിച്ചുപോയ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ വേറെ കുട്ടികളെ കാണുമ്പോൾ ആൾക്ക് അമർത്തി പിടിക്കാൻ തോന്നുന്നു, ഞെക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ പറയാം. അത് ഓരോരുത്തരുടെ സ്നേഹപ്രകടന രീതികളാണ്. ഇനി ഇതേ ഒരു പ്രത്യേകതയായിരിക്കാം അത് കേൾക്കുന്ന ചെവികൾ ഉള്ളവരുടെ മാനസിക വൈകല്യമാണ് പറഞ്ഞ് തിരിക്കുന്ന രീതികൾ. അത് അവര് അങ്ങനെ വൈകല്യമുള്ളവർ ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ നന്ദി ചേച്ചി, ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞുടൻ വോട്ടെണ്ണുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഷീന ചേച്ചി തിരുപ്പതിയിൽ പോയി അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തല മുണ്ടനം ചെയ്തിരിക്കുകയാണ് തിരുപ്പതി ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഷീന ചേച്ചി. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ വരും നാളുകളിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ചേച്ചി അടക്കമുള്ള തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും. നമ്മളും ഈ ഒരു വിഷയത്തിൽ ഈ തൃശ്ശൂരിലെ ഓരോ വ്യക്തികൾക്കും ഒപ്പമുണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്തൂടെ പറയുകയാണ്. തൃശ്ശൂരിൽ നിന്നും വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.